H-1B വിസ പ്രോഗ്രാമിന്റെ ദുരുപയോഗത്തിനെതിരെ കഴിഞ്ഞ ദിവസം US സെനറ്റർ എറിക് ഷ്മിറ്റ് എക്സിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. വിസ ഗൂഢസംഘത്തിന് ഇന്ത്യയിലെ ഹൈദരാബാദിൽ സ്വന്തമായൊരു വിസ ക്ഷേത്രമുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. H-1B വിസ അമേരിക്കയിലെ തൊഴിലാളികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയതെന്നും വൻകിട ടെക് കമ്പനികൾക്കും ഇന്ത്യൻ പൗരന്മാർക്കും മാത്രമാണ് ഇതുകൊണ്ട് പ്രയോജനമെന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വിസ കാർട്ടൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതോടൊപ്പം തെലങ്കാനയിലെ ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തിന്റെ ചിത്രവും തന്റെ കുറിപ്പിനൊപ്പം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതോടെ ചിൽക്കൂർ ബാലാജി ക്ഷേത്രം ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധ നേടി. വിസ കാർട്ടൽ എന്നറിയപ്പെടുന്നവർ H-1B സംവിധാനം സുഗമമാക്കാൻ ഇന്ത്യയിലെ വിസ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തെ ഉപയോഗിക്കുമെന്നും എറിക് ആരോപിക്കുന്നു. വിദേശത്ത് ജോലിയോ വിദ്യാഭ്യാസത്തിനോ ശ്രമിക്കുന്നവർ സ്ഥിരമായി സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് ചിൽക്കൂർ ബാലാജി ക്ഷേത്രം. ഈ ഒരു പ്രത്യേക ഭക്തർ കാരണം ക്ഷേത്രത്തിന് വിസ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഹൈദരാബാദ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ചിലർ പാസ്പോർട്ട് പോലും പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോകുന്നുവെന്നും ആ റിപ്പോർട്ടിൽ പറയും. എന്നാൽ അമേരിക്കക്കാർ ഇനിയും അറിയാത്ത ഇത്തരം പല ക്ഷേത്രങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. വിദേശത്ത് പോകാൻ ഒരുങ്ങുമ്പോൾ വിസ തടസ്സങ്ങളെല്ലാം മാറാനും മികച്ച ജോലിക്കായി തൊഴിൽ വിസ ലഭിക്കാനും സഹായിക്കുന്ന വിസ ക്ഷേത്രങ്ങളാണത്. അതിലൊന്നാണ് ജലന്ധറിലെ തൽഹാനിൽ ഉള്ള 150 വർഷങ്ങൾ പഴക്കമുള്ള ഷഹീദ ബാബ നിഹാൽ സിംഗ് ഗുരുദ്വാര. വിദ്യാർത്ഥികൾ, വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർ, അവരുടെ കുടുംബങ്ങൾ തുടങ്ങി ഒരുപാട് ആളുകൾ വിദേശയാത്ര എന്ന സ്വപ്നം സഫലമാക്കാൻ അവിടെ വരുന്നു. വിമാനത്തിന്റെ ഒരു വലിയ മാതൃക ഇവിടെ ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വിമാനത്തിന്റെ ഒരു കളിപ്പാട്ട മാതൃക ഇവിടെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ വിസ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതേപോലെ വിദേശ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് 2007 ഹനുമാൻ സമർപ്പിക്കപ്പെട്ട ചമൽക്കാരി ബിസാവാലെ ഹനുമാൻ മന്ദിർ. ഡൽഹി നേബ് സരായിൽ ഇഗ്നോ റോഡിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. വിസ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പേപ്പറിൽ ചുവന്ന മഷിയിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി ഹനുമാന് സമർപ്പിക്കണം. വിസ ലഭിച്ചു കഴിഞ്ഞ് തങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം ക്ഷേത്ര രജിസ്റ്ററിൽ എഴുതി സാക്ഷ്യപ്പെടുത്തി അവിടെ നിന്നും മടങ്ങണം. അതാണ് അവിടുത്തെ പതിവ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് അവിടെ എത്തിച്ചേരുന്നത്. വിസ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്ന മറ്റൊരു ക്ഷേത്രമാണ് അഹമ്മദാബാദിലെ ചമത്കാരി ശ്രീ ഹനുമാൻജി മന്ദിർ. വിസ ഹനുമാൻ ക്ഷേത്രമെന്നും ഇത് അറിയപ്പെടുന്നു. വിസ പ്രശ്നങ്ങളിൽ അത്ഭുതകരമായി ഇടപെട്ട് അത് പരിഹരിക്കാൻ ഇവിടുത്തെ ഹനുമാന് ശക്തി ഉണ്ടെന്നാണ് വിശ്വാസം. വിസ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ് ഡൽഹിയിലെ പ്രാചീൻ ഹനുമാൻ മന്ദിർ. ഡൽഹി കനോട്ട് പ്ലേസിലെ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിൽ ഒന്നും കൂടിയാണ്. VFS ഗ്ലോബൽ ആപ്ലിക്കേഷൻ സെന്ററിൽ നിന്നും വെറും 100 മീറ്റർ അകലെയാണ് ഇതുള്ളത് എന്നാണ് ഏറ്റവും രസകരമായ കാര്യം. നിരവധി ആളുകളാണ് ഓരോ ദിവസവും വിസ പ്രശ്നങ്ങൾക്കായി അവിടെ വരുന്നത്. ഇനിയുള്ള ക്ഷേത്രം കേരളത്തിലുള്ളവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ്. കേരളത്തിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റിയ ക്ഷേത്രമാണ് ചെന്നൈയിലെ ശ്രീ ലക്ഷ്മി വിസ ഗണപതി ക്ഷേത്രം. ചെന്നൈ US എംബസിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ഗണപതി വിസ പ്രശ്നങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറ്റിത്തരും എന്നാണ് പറയുന്നത്. പ്രദേശവാസികളിൽ പലർക്കും ഇവിടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വിസ എളുപ്പത്തിൽ ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവിടം പ്രസിദ്ധമായി മാറിയത്.